നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കയ്യടി നേടി തിരുവനന്തപുരം നഗരപിതാവ് വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത നിർമ്മിതികൾ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ പൊളിച്ചു നീക്കിയാണ് ഇപ്പോൾ വീണ്ടും ഒരു നീക്കവുമായിട്ട് കോർപ്പറേഷൻ രംഗത്ത് വരുന്നത്. കോർപ്പറേഷൻ സ്പെഷ്യൽ സ്ക്വാഡ് എത്തിയാണ് കയ്യേറ്റം പൊളിച്ചു മാറ്റിയത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടങ്ങളിലേക്കുള്ള വഴിയടക്കം തടസ്സപ്പെടുത്തിയായിരുന്നു അനധികൃത നിർമ്മാണം. ബുൾഡോസർ ഉപയോഗിച്ചാണ് അനധികൃത കെട്ടിടങ്ങളെല്ലാം തന്നെ തകർത്തത്. ഇറച്ചിക്കച്ചവടം അടക്കമുള്ളവ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ വ്യാപകമായ അനധികൃതമായി നിർമ്മാണങ്ങൾ നടത്തി കച്ചവടം നടത്തുന്നുണ്ടെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. നിലവിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ നിയമലംഘനം നടത്തിയവർ തന്നെ സ്വയം പൊളിച്ചു നീക്കാൻ തയ്യാറാകണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ നഗരസഭ നേരിട്ട് വന്ന് ഇവ പൊളിച്ചു നീക്കുമെന്നാണ് മേയർ വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അതായത് വർഷങ്ങളോളം നഗരത്തിൽ അനധികൃതമായിട്ടും വൃത്തിഹീനമായി കിടക്കുന്ന നിരവധി കെട്ടിടങ്ങളാണുള്ളത്. ഇതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരമുണ്ടോ? അതുമില്ല. എന്നാൽ ഇതൊക്കെ പൊളിച്ചു മാറ്റി അവിടെ മറ്റേതെങ്കിലും രീതിയിലുള്ള കെട്ടിടങ്ങൾ, ഭാവിയിൽ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകും. നഗരമധ്യത്തിലെ പാളയം മാർക്കറ്റിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ തിരുവനന്തപുരം നഗരസഭ അധികൃതർ ഞായറാഴ്ച പൊളിച്ചു നീക്കിയിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നിലവിൽ കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വായുസഞ്ചാരം പോലുമില്ലാത്ത രീതിയിലാണ് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചതെങ്കിലും വായുസഞ്ചാരമില്ലാത്തത് കാരണം നിലവിൽ ആരും ഇത് വാടകയ്ക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനു പുറമെ ഇവിടുത്തെ 3 നില കെട്ടിടത്തിലേക്ക് കയറാനുള്ള വഴികൾ പലരും കയ്യേറി കച്ചവടം നടത്തുകയാണ്. ഇത്തരത്തിൽ വഴികൾ കയ്യേറി താൽക്കാലിക കടകൾ കെട്ടി ദിവസവും 2000 രൂപ വരെ വാടകയ്ക്ക് കൊടുക്കുന്ന വലിയൊരു തട്ടിപ്പും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള ആദ്യഘട്ട നടപടി എന്നോണം ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ ഇന്നു മുതൽ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷം ബാക്കിയുള്ള കയ്യേറ്റങ്ങളും പൂർണ്ണമായി പൊളിച്ചു മാറ്റുന്നതാണെന്നും മേയർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾക്കൊക്കെ എതിരെ കർശനമായിട്ടുള്ള നീക്കം തന്നെയാണ് മേയർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന കോർപ്പറേഷന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള പല അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടിയാണ് മേയറുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത്. പാളയം മാർക്കറ്റിൽ മാർച്ച് 31 വരെ നിലനിന്നിരുന്ന കരാർ 2 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയിരുന്നു. എന്നാൽ ഈ കാലയളവിൽ മാർക്കറ്റിൽ വ്യാപകമായി അനധികൃത പണപ്പിരിവ് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ട മീൻ വിൽക്കുന്നതിന് വരെ കച്ചവടക്കാർ 500 രൂപ വീതം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഈ അനധികൃത പിരിവ് നഗരസഭ ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേയർ അഡ്വക്കേറ്റ് വി രാജേഷും സംഘവും പാളയം മാർക്കറ്റിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് അനധികൃത നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. കോർപ്പറേഷനിലെ രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം അടിയന്തരമായ നടപടി കൈക്കൊള്ളുകയായിരുന്നു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഞായറാഴ്ചയായിരുന്നിട്ടും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ രാവിലെ തന്നെ ഓഫീസിലെത്തി. കാലങ്ങളായി പ്രദേശത്തെ ചില സംഘങ്ങൾ കയ്യൂക്കുകൊണ്ട് മാർക്കറ്റ് വെച്ചിരിക്കുകയായിരുന്നുവെന്നും മേയർ പറഞ്ഞു. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കടകൾ ദിവസം 3000 രൂപ വരെ വാടകയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ബിനാമി പേരുകളിലാണ് ഇടപാട് നടന്നിരുന്നത്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നതെന്ന് വി രാജേഷ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന അനധികൃത പണപ്പിരിവും കോർപ്പറേഷൻ അവസാനിപ്പിച്ചിരുന്നു. 45 വർഷമായി കച്ചവടക്കാരിൽ നിന്നും ഗുണ്ടാ സംഘം പണം പിരിക്കുന്നുണ്ടായിരുന്നു. മുൻ ഭരണസമിതികളുടെ ഒത്താശയോടെയായിരുന്നു പ്രാദേശിക സംഘങ്ങളുടെ പ്രവർത്തനം. അനധികൃത നിർമ്മാണങ്ങളോട് സന്ധിയില്ലെന്നും ഉടനടി നടപടി ഉണ്ടാകുമെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടുന്നവരുടെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടരുമെന്നും മേയർ അറിയിച്ചു. ഏതായാലും ഇതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് മേയർ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. മേയർ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിലെ കാര്യങ്ങൾ വായിക്കാം. ഇന്നലെ പാളയം മാർക്കറ്റ് സന്ദർശന വേളയിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള പല
താൽക്കാലിക നിർമ്മാണങ്ങളും അനധികൃതമാണെന്ന വിവരം ലഭിച്ചതിനാൽ ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ച് ആ കെട്ടിടങ്ങളിൽ ചിലത് അനധികൃതമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയായിരുന്നിട്ടും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ രാവിലെ തന്നെ ഓഫീസിലെത്തി അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാൻ നേതൃത്വം നൽകി. ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടുന്നവരുടെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടരും. ഇതാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ്. ഇതിന്റെ ചിത്രസഹിതമാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മേയർ അഡ്വക്കേറ്റ് വി രാജേഷിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതിന് താഴെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ വായിക്കാം. ഡിയർ മേയർ സാർ, ഞാൻ പാളയം മാർക്കറ്റിലെ ഒരു സ്ഥിരം ഉപഭോക്താവാണ്. തൊഴിൽപരമായ ഒരു സ്പേസ് പ്ലാനറും ഡിസൈനറും ആയതുകൊണ്ടും തന്നെ അവിടുത്തെ മാർക്കറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ പോരായ്മകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവിടുത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചല്ല ഈ കെട്ടിടം പണിതിരിക്കുന്നത്. കെട്ടിടത്തിനുള്ളിൽ ഒട്ടും വായു സഞ്ചാരമില്ല, അതായത് നോ വെന്റിലേഷൻ. അതുപോലെ തന്നെ അനധികൃതമായ ആളുകൾ അവിടെ തങ്ങുന്നത് കാരണം മെയിൻ വഴികളെല്ലാം ബ്ലോക്കാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഒരു ഫയർഫോഴ്സ് വണ്ടിക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവിടെയുള്ള വ്യാപാരികളും മനുഷ്യരല്ലേ സാർ? അതുകൊണ്ട് ദയവായി അവിടുത്തെ ഈ സ്ഥല പരിമിതിക്ക് ഒരു പരിഹാരം കാണാൻ ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ഒരു കമന്റ് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു കമന്റ്, ഫുട്പാത്ത് കയ്യേറ്റം, റോഡിലേക്ക് തള്ളി നിർമ്മാണ പ്രവർത്തന തടസ്സമുള്ള എല്ലാം മാറ്റിയാൽ നന്നായി. കോഴിക്കച്ചവടം പുതിയ മാനദണ്ഡം കൊണ്ടുവരണം. റോഡ് സൈഡിൽ കോഴികളെ പ്രദർശിപ്പിക്കുന്നത് വഴിയാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതും പരിശോധിക്കണം. ചെറിയ റോഡിലെ അനധികൃത പാർക്കിംഗ് കാരണം സുഗമമായി മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമുണ്ട്. മിക്ക റോഡിലെ പ്രയാസങ്ങൾ പരിശോധന വേണം. അഭിനന്ദനങ്ങൾ സാർ. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പാളയത്ത് കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു പാർക്കിംഗ് സൗകര്യം അവിടെയുള്ള കാര്യം പലർക്കും, വിശിഷ്യ ടൗണിന് പുറത്തു നിന്ന് വരുന്നവർ അറിയുന്നില്ല. അതിന് കാരണം സമീപത്തെ മെയിൻ റോഡുകളിൽ അവിടേക്കുള്ള ദിശാസൂചിക ഇല്ല എന്നതാണ്. ആയതിനാൽ സമീപത്തെ മെയിൻ റോഡുകളിൽ അങ്ങോട്ടേക്കുള്ള ദിശാസൂചിക ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കമന്റുകൾ. അതായത് ആളുകളൊക്കെ തന്നെ കാണുന്നുണ്ട്, ഇപ്പോൾ BJP കോർപ്പറേഷൻ ഭരണത്തിലേറിയതിനു ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിർദ്ദേശങ്ങളാണ് മേയർക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ പറയുന്ന പരാതിക്ക് മേൽ നടപടിയെടുക്കും എന്ന് തന്നെ നമുക്കും വിചാരിക്കാം. ഏതായാലും അനധികൃത കെട്ടിടങ്ങൾ വർഷങ്ങളായി കയ്യൂക്കിന്റെ ബലത്തിൽ കയ്യേറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അനധികൃത പിരിവും മറ്റും നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വലിയൊരു അടി തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു നടപടി തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്.